അപ്പോൾ എന്നത്തെ പോലെ രാവിലെ തന്നെ അടുക്കളയിൽ വന്നിട്ട് എല്ലാതും ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കാൻ ഒരുങ്ങിയത്. അപ്പോൾ ഇന്നലെ അരച്ച് വെച്ച ഇഡ്ഡലിൻ്റെ മാവുണ്ട്. പിന്നെ ഞാനിതാ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുട്ടിക്ക് പനി ആയതുകൊണ്ട് അവന് കുറച്ച് കഞ്ഞി ഉണ്ടാക്കണം. അപ്പോൾ കഞ്ഞിക്ക് അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. അടുപ്പത്ത് ഇതാ ഇഡ്ഡലിക്കുള്ള വെള്ളം കുടുക്കയിൽ വെച്ചിട്ടുണ്ട് വേഗം തിളച്ചിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരടുപ്പത്ത് കറിക്കുള്ള ചട്ടി കുക്കർ വെച്ചിട്ട് ഞാനിതാ കറിവേപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. റവ കേക്ക് കറിവേപ്പൊക്കെ എടുത്ത് കയറിയപ്പോൾ നിഷുമോൻ ഉണർന്ന് വന്നിട്ടുണ്ട്. ഓന് ടൂറിൻ്റെ ക്ഷീണമൊക്കെ മാറി അങ്ങനെ ഉഷാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ കറി ഉണ്ടാക്കണം. കടി പിന്നെ വേഗം എളുപ്പമാണല്ലോ ഇഡ്ഡലി ആയതുകൊണ്ട്. അപ്പോൾ കുറച്ച് തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ കറി നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പും ഒക്കെ ഇട്ടിട്ട് തേങ്ങ വറുത്തെടുക്കുകയാണ്. പിന്നെ കുക്കറൊക്കെ ചൂടായി സവാളയൊക്കെ വഴണ്ടതാ തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തേങ്ങ വറുവറുന്ന് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഷിമോന് തലേ ദിവസം രാത്രി 5:30 വൈകുന്നേരം 5:30 ഉറങ്ങിയത് എന്നിട്ട് രാവിലെ എണീറ്റ് വരികയാണ്. അപ്പോൾ അവൻ്റെ ബ്രഷ് ചെയ്യൽ നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അവന് ഞാൻ ബിസ്ക്കറ്റും ചായയും കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേന് നിജുട്ടൻ എണീറ്റ് വന്നിട്ടുണ്ട്. ഇനി ആൾ കലിപ്പിലാണ്, എന്താണ് അറിയൂല. പിന്നെ കുക്കറൊക്കെ വിസിലടുപ്പിച്ചു. ഇഡ്ഡലിക്കുള്ള വെള്ളം ഇഡ്ഡലി ചെമ്പക്ക് മാറ്റിയിട്ട് ഇഡ്ഡലി മാവൊക്കെ നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മദ്രസുള്ള ദിവസമാണ്. നിഷു മദ്രസ്ക്ക് പോകാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. ഇഡ്ഡലി അവിടെ ചെമ്പിൽ വെച്ച് സെറ്റാക്കി നിഷുട്ടൻ റോഡുമ്മ പോയി നിൽക്കുന്നുണ്ട് വണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട്. അപ്പം ഞാൻ തുറന്ന് നോക്കിയപ്പം കുക്കായിക്കണമെന്ന് നോക്കുകയാണ് കേട്ടോ. താഴെ വെച്ചിട്ട് ആയിട്ടുണ്ടാകും, മേലത്തത് ചിലപ്പോൾ ആയിട്ടുണ്ടാവില്ല. അപ്പം ഞാനൊരു ഫോർക്ക് എടുത്തിട്ടൊന്ന് കുത്തി നോക്കുകയാണ്. അപ്പോൾ കഞ്ഞിക്കുള്ള അരിയൊക്കെ അടുപ്പിൽ ഇട്ടെടുത്തു. അതിന് ഇഡ്ഡലി ആകുമ്പോഴത്തേന് കഞ്ഞിയും തിളച്ച് റെഡി ആയിക്കോളും. അപ്പോൾ ആ ഇഡ്ഡലി ഞാൻ നമ്മുടെ പാത്രത്തൊക്കെ മാറ്റി വെക്കുകയാണ് കേട്ടോ, തട്ടി കൊടുക്കുകയാണ്. പിന്നെ ബാക്കി മാവ് ഒഴിച്ചിട്ട് വീണ്ടും ചുട്ടെടുക്കുകയാണ്. അപ്പോഴത്തേന് നമ്മൾ കറി തേങ്ങയൊക്കെ അരച്ച് ഒഴിച്ച് അതൊന്ന് സെറ്റാക്കി എടുത്തു കേട്ടോ. ചായക്ക് കടിയൊക്കെ ആയ അടുപ്പത്ത് തന്നെ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടേനി. അപ്പോൾ വെള്ളം തിളക്കുമ്പോഴത്തേന് അരിയൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് അളന്നെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ചായ കുടിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ നിജൂട്ടന് ചായ വാരി കൊടുക്കണം, ചായ കടി വാരി കൊടുക്കണം. അപ്പോൾ അവന് പനി ആയതുകൊണ്ട് അവന് തിന്നാനൊന്നും കൂട്ടത്തില്ല, എന്നാലും തീറ്റിക്കാണ് കേട്ടോ. പിന്നെ അടുത്ത അംഗം വെട്ടരുതാ പാത്രങ്ങളോടുള്ള മല്ലിടലാണ്. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകുകയാണ് കേട്ടോ. അപ്പോൾ ഇതപ്പം തന്നെ എടുക്കാൻ പിന്നെ കുട്ടികളെ സ്കൂൾക്ക് പോകലും ഒരുക്കലും ഇതാക്കലൊക്കെ ആയി. അപ്പം പിന്നെ നേരം ഉണ്ടാവില്ല എന്നല്ല, അവിടെ കുന്നുകൂടി കിടക്കും. അപ്പോൾ വേഗം ചായടി കഴിഞ്ഞിട്ട് വേഗം പാത്രങ്ങളൊക്കെ കഴുകി വെക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി. പിന്നെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു. അടുത്തത് ഉച്ചക്കുള്ള ചീരയാണ് കേട്ടൊന്ന്. അപ്പം ഞാനിത് തലേ ദിവസം പറിച്ച് ഫ്രിഡ്ജിൽ വെച്ചതേനി. അപ്പം അങ്ങനെ പാത്രത്തിൽ പയറുണ്ട്, അതേപോലെ ഇതിൽ ചീരയാണ് കേട്ടോ. ഇതൊക്കെ വീട്ടിലുണ്ടായതാണ്. അപ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഞാൻ എന്നിട്ട് പിന്നെ വെണ്ട പിന്നെ ഒന്നും ഉണ്ടാക്കണില്ല. വെണ്ട ഇനി മറ്റൊരു ദിവസം കറിയൊക്കെ വിചാരിച്ചിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടോ. ഇന്നലെ പറിച്ച പയറും ഇതൊക്കെയാണ്. അപ്പോൾ നല്ലൊരു സന്തോഷമാണ് കേട്ടോ. നമ്മളുണ്ടാക്കിയത് നമ്മൾ ഇതാക്കുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് പൈസ കൊടുത്തൊന്നും വാങ്ങാതെ നമ്മളെ മുറ്റത്തുണ്ടായ സാധനങ്ങൾ നമ്മൾ കറി വെക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ്.
അപ്പം അങ്ങനെ ഇതാ ചീര താളിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചീരയൊക്കെ കുറച്ച് ടൈം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് ഇതാ ചുവന്നുള്ളിയൊക്കെ വഴറ്റി കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ഇതാ താളിപ്പ് റെഡിയാക്കുകയാണ് കേട്ടോ. പയർ കട്ട് ചെയ്യല്ല, അങ്ങനെ ടിഷ്യും പറഞ്ഞ് പൊട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ പണ്ട് ഉമ്മയൊക്കെ കൈ കൊണ്ട് തന്നെ ഇനി പയർ മുറിക്കൽ, ഇപ്പാക്ക് കത്തി കൊണ്ട് മുറിച്ചത് പറ്റൂലുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാനും ആ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാനും പൊട്ടിച്ച് കൊടുക്കും. ഇനി ഇപ്പോൾ പയർ പൊട്ടിച്ചപ്പോൾ അതാണ് കേട്ടോ ഓർമ്മയത്. പിന്നെ താളിപ്പ് റെഡിയായി. ആ ചട്ടി തന്നെയാണ് പയറും റെഡിയാക്കണത്. അപ്പോൾ അങ്ങനെ ഇതാ മുളകൊക്കെ ഇട്ട് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മളിതാ അടുപ്പത്ത് വെക്കുകയാണ്. കഴിഞ്ഞ് ഇക്ക വന്നു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ കോഴികൾക്ക് കുറച്ച് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ കൂട്ടുന്ന പുറത്തൊക്കെ അങ്ങനെ വിടലില്ല, എപ്പോഴെങ്കിലുമൊക്കെ വിടലുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം നിജുമോൻ ഉണർന്ന് പിന്നെ നിഷുദ സ്കൂളിട്ട് വന്നപ്പോൾ പുളിയൊക്കെ കൈ പിടിച്ച് തിന്നുകൊണ്ടാണ് വന്നിരുന്നത് കേട്ടോ. അപ്പോൾ ഒരു പുളിൻ്റെ പീസൊക്കെ കഴിച്ച് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ ബൈ. പുതിയൊരു വീഡിയോയുമായി നാളെ കാണാം.